कवरती कलया नारा हरे मुकुरवलोकित मंडन लीला माधुरी पूरगमी भाव लीला मुकुरवलोकित मंडन लीला माधुरी पूरगमी भावन लीला नादा हरे त्वरितं उपैतिन कथम् अभिसारम् हरिरिति वदति सखी अनुवारम् नाथा हरे श्लिष्यति चुम्बति जलधर कल्पम् हरिरूप इति तिमिरम् अनल्पम् नादा हरे भवति विलम्बिनी विगलित लज्जा विलपति रोदिति वासक सज्जा नाथा हरे श्री जय देव कवेदिदमुदितं रसिक जनम तनुता अतिमुदितं नाथा हरे जगन्नाथ हरे नाथा हरे सीरति राधा वास गृहे नाथा हरे विपुल पुलकपालि स्फीतसेकारमन्दाजनित जडिमकाकुव्याकुलं व्याहरन्ती तव कि तव विधत्ते मंद कंदर्पचंदा रसजलनिधिमग्ना ध्यानलग्ना मृगाक्षी
അംഗേഷ്വാഭരണം കരോതി ബഹുജ പത്രേപി സഞ്ചാരി പ്രാപ്തം ത്വംബരിശങ്കതേ വിതരുതേ ശയ്യാം ചിരന്ധ്യായതി ഇത്യാകൽപവികൽപകൽപരചന സങ്കൽപലീലാശതവ്യാസതാഭി ത്വയാ വരതനുനന്ദേഷ നിശാന്വേഷ്യതി കിം വിശ്രാമ്യസി കൃഷ്ണ ഭോഗീഭവനേ ഭാഗീരഭൂമിരുഗി ഭ്രാതരിയാകി ന ദൃഷ്ടിഗോചരമിതസാനന്ദ നന്ദാസ്പദം രാധായാ വചനം താവദ്വഗമുഖാം നന്ദാദികേ ഗോപദ്വോ ഗോവിന്ദസ്യ ജയന്തി സായമതിഥി പ്രാശസ്ത്യഗർഭ ഇത് ശ്രീഗീതഗോവിന്ദേ ശൃംഗാരമഹാകാവ്യേ ശ്രീകൃഷ്ണദാസ ജയദേവകൃതം സോത്കണ്ഠവൈകുണ്ഠോ നാമ ഷഷ്ഠഃ സർഗഃ ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദകാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാം കഥാമയീ ഭാഗവതാഭിധാനം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗ പ്രസീദാച്യുത മരുതേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അഥ സപ്തമസ്കന്ധേ തൃതീയോധ്യായം. നാരദ ഉവാച ഹിരണ്യകശിപൂരാജന്മജേയമജരാമരം ആത്മാനമപ്രതിദ്വന്ദ്വമേകരാജന്യധിസത സതേകേ മന്ദരദ്രോണ്യം തപ പരമദാരുണം ഊർധ്വബാഹുർനഭോ ദൃഷ്ടി പാദാംഗുഷ്ഠാശ്രിതാവനി ജടാദിഭിതിഭീരേ സംവർത്താർക്കൈവാംശുഭി തസ്മിൻ സ്തപസ്തപ്യമാനേ ദേവാഃ സ്ഥാനാനുഭേജിനേ. തസ്യ മൂർധനഃ സമുദ്ഭൂതഃ ധൂമോऽഗ്നിസ്തപോമയ തിര്യഗൂർധ്വമധോ ലോകാനതപത് വിശ്വഗിരിതഃ ചുക്ഷുഭർണദ്യുധന്വന്തസദ്വിപാദൃഷ്ടജാലഭൂः നിവേദുഃ സഗ്രഹാസ്താരാ ജഗ്യോയുശ്ച ദിശോ ദശ. തേന ദത്താദിവം വ്യക്ത്വാ ബ്രഹ്മലോകൈസുരാः ധാത്രേ വിജ്ഞാപയാമാസ്വർദേവദേവ ജഗൽപദേ. ദൈത്യേന്ദ്രതപസാ ദത്താദിവിസ്ഥാതും ന ശക്നുമ തസ്യ ചോപശമം ഭൂമൻ വിധേഹി യന്മന്യസേ. ലോകാഃ മയാവന്നംക്ഷന്തി ബലികാരാസ്തവാഭിഭൂः
തസ്യായം കില സങ്കൽപ്പശ്ചരതോ ദുശ്ചരന്തവ ശ്രൂയതാം കിന്നു വിദിതസ്തവാതാവിനിവേദിത സൃഷ്ട്വാ ചരാചരമിദം തപോ യോഗസമാധിന അധ്യാസ്തേ സർവധിഷ്ണ്യേഭ്യ പരമേഷ്ഠീതിജാസനം തദാഹം വർദ്ധമാനേന തപോ യോഗസമാധിന കാലാത്മനോശ്ച നിത്യത്വാൽ സാധയിഷ്യേ തഥാത്മന അന്യഥേദം വിധാസ്യേകം യഥാ പൂർവമോജസ് കിമന്യൈഃ കാലനിർധൂതൈഃ കൽപ്പാന്തേ വൈഷ്ണവാദിഭിः ഇതി ശുശ്രുമദർബന്ധം തപഃ പരമമാസ്ഥിന വിധത്സ്വാനന്തരം യുക്തം സ്വയം ത്രിഭുവനേശ്വര തവാസം ദ്വിജഗവ പാരമേഷ്ഠിം കൽപ്പതേ ഭവായ ശ്രേയസേ ഭൂത്യൈ ക്ഷേമായ വിജയായ ച ഇതി വിജ്ഞാപിതോ ദേവൈः ഭഗവാനാത്മഭൂർനൃപ പരീതോ ഭൃഗുദക്ഷാദ്യൈര്യയോ ദൈത്യേശ്വരാശ്രമം ന ദദർശ പ്രതിച്ഛന്നം വൽമീകതൃണകീതകൈഃ പിപീലികാവിരാജീർമ്മേധസ്ത്വം മാംസശോണിതം തപന്തം തപസാ ലോകാൻ യഥാ പ്രാപിഹിതം ഗുഹി വിലക്ഷ്യ വിസ്മിത പ്രാഗ പ്രകസൻ ഹംസവാഗന ബ്രഹ്മോവാച ഉത്തിഷ്ഠോത്തിഷ്ഠ ഭദ്രം തേ തപസ്സിദ്ധോസി നാശവ വരദോഗമനുപ്രാപ്തോ പ്രിയതാം ഈപ്സിതോ വരഃ അദ്രാക്ഷമകമേതത്തെ കൃത്സാരം മകദദ്ഭുതം വംശഭക്ഷിതദേശ പ്രാണാസ്തിക്ഷരതേ നൈതൽപൂർവരുഷേഷ്ടത്രോ ന കരിഷ്യന്തി ജാഭരേ നിരന്തോധാരയേ പ്രാണൻ ഓ വൈ ദിവ്യസമാശ്രതം വ്യവസായനതേന ദുഷ്കരേണ മനസ്സുന തപോനിഷ്ഠേന ഭവത ജിതോ ദിതിനന്ദന തദസ്ത ആചിര സർവാദധാന്യസുരഭുംഗവ മർത്യസ്യ തേ അമർത്യസ്യ ദർശനം നാഫലം മമ നാരദ ഉവാച ഇത്യുക്ത്വാദീപോ ദേവോ ഭക്ഷിണാംഗം വിപീലിതേ കമണ്ഡലുജലേന ഉക്ഷദിവ്യേനാനുഭരാധന സതൽകീചകവൽമീകാലസഗോജോഗലാന്വിത സർവാവയവ സമ്പന്നോ വജ്രസുംഗാനോ യുവ ഉദ്ധിതസ്തപ്തഹേമാഭോ വിഭാവസൂരിവൈധസ സനിരീക്ഷ്യാംബരേ ദേവം വംസവാകമവസ്ഥിതം നനാശുരസാ ഭൂമോ തദ്ദർശനമഹോത്സവ ഉത്ഥായ പ്രാഞ്ജലി പ്രക്വൈക്ഷമാണോ ദൃശാവിഭു ഹർഷാശ്രുകുളകോൽഭേദോ ഗിരാഗദ്ഗതയാഗൃണാൽ ഹിരണ്യകശിപുരുവാച കൽപ്പാന്തേ കാലസൽപ്പേണയോണ്ടേ തപസാവൃതം അഭിവ്യനജഗദിതം സ്വയം ജ്യോതിസ്വരോചിതം ആത്മനാ ത്രികൃതാചേതം സൃജത്യപതിനുംബതി രജസത്വമോദാമേ പരായമൃതേ നമ നമ ആദ്യായ ബീജായ ജ്ഞാന വിജ്ഞാനമൂർത്തയെ പ്രാണേന്ദ്രിയമനോവൃത്തിവികാരൈർവ്യക്തിദീമീയൂഷേ ത്വമീശിഷേ ജഗതസ്തസ്സുദൃഷ്ട പ്രാണേന മുഖ്യേന പതി പ്രജാനാം ചിത്തസ്യ ചിത്തേർമണേന്ദ്രിയാണാം പതിർമകാൻ ഭൂതഗുണാശേഷ ത്വം സപ്തതന്തും വിതനോഷിതന്മാത്രയാജാതുർഗോത്രകവിജ്ഞാത ത്വമേകാത്മാത്മവതാമനാതിരണ്ടവാര കവിനന്ദരാത്മാ ത്വമേവ കാലോ നിമിഷോജനാനാം ആയുർലവാദ്യാഭയവൈഃ ഹിക്ഷിണോഷി കൂടത്താത്മാപരമേഷ്ഠ്യമാം സ്പുഞ്ജീവലോകസ്യ ജീവ ആത്മാ തത്തപരം നാപരമപ്യനേജതേജ കിഞ്ചിത് വ്യതിരിക്തമസ്തി വിദ്യാഃ കലാസ്തേതനവച്ച സർവാ ഹിരണ്യഗർഭോऽസി ബൃഹൽ ത്രിപൃഷ്ഠ
വ്യക്തം വിഭോസ്തുലമിതം ശരീരം യേനേന്ദ്രിയ പ്രാണമനോ ഗുണാമസ്തു സ്ഥിതോദാമനിവാരമേഠ്യ അവ്യക്ത ആത്മാ പുരുഷ പുരാണ അനന്താഭ്യക്തരൂപേണ യേനേദം അഖിലം തദം ചിദചിച്ഛക്തിയുക്തായ തസ്മൈ ഭഗവതേ നമഃ. യദി ദാസ്യസ്യ വിമതാനാം വരാണ്യേ വരദോത്തമ ഭൂതേഭ്യസ്ത്വദ്വിസൃഷ്ടേഭ്യോ മൃത്യുർമോഹം മമ പ്രഭോ നാന്തർപ്രകൃതിവാനത്തമന്യസ്മാൽ അഭിജായുധൈഃ ന ഭൂമോ നാംബരേ മൃത്യുർനരൈർന മൃഗൈരപി വസുഭിർവാസുമദ്ഭിർവാ സുരാസുരമഹോരഗൈഃ അപ്രതിദ്വന്ദ്വതാം യുദ്ധേ ഐകപത്യം ച സർവേഷാം ലോകപാലാനോ മഹിമാനയഥാത്മന തപോ യോഗപ്രഭാവാണ് എന്നരിഷ്യതി കരീചേ. ഇത് ശ്രീമദ് ഭാഗവത മഹാപുരാണേ സപ്തമസ്കന്ധേ ഹിരണ്യകശിപോർവരയാചം നാമ തൃതീയോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹിരണ്യകശിപും പ്രഹ്ലാദനും തമ്മിലുണ്ടായ വിരോധത്തിന് കാരണം വിസ്തരിച്ച് പറയുകയാണ് നാരദ മഹർഷി ധർമ്മപുത്രനോട് എന്ന്. സുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു എന്ന് സൂതൻ ശൗനകാദികളോട് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേദവ്യാസൻ എഴുതി വെച്ചത് നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഇടയിൽ ഇനി അതിൻ്റെ ഉള്ളിൽ സംഭാഷണ വരണത് അടുത്തതൊക്കെ. നാരദ മഹർഷി ആ ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് വന്ന് അവതരിച്ച് നിഗ്രഹിച്ചതായിട്ടുള്ള രംഗം മുതൽ അങ്ങോട്ട് കഥ പറയാൻ തുടങ്ങി. ഹിരണ്യാക്ഷനെ വധിച്ചു എന്ന് കേട്ടപ്പോ ഹിരണ്യകശിപുവിനുണ്ടായ ഒരു ദേഷ്യവും സങ്കടവും, അതില് ഈ അസുരന്മാരെ മുഴുവൻ വിളിച്ചു ചേർത്തിട്ട് ഒരു സഭ കൂടി അതിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു. എന്റെ അനിയന്റെ ഉദകക്രിയ ചെയ്യണം ഞാൻ, അത് വെള്ളത്തിലല്ല ചെയ്യണം, ചോരയിലാണ്. വിഷ്ണുവിനെ കൊന്ന് പിഴിഞ്ഞ് ആ ചോര ഒരു കുളം കെട്ടിയിട്ട് അതിലാണ് ഞാൻ എന്റെ അനിയനെ ഉദകക്രിയ ചെയ്യുള്ളൂ. അതുവരെ വിശ്രമന്റെയാണോ? അപ്പൊ വിഷ്ണുവിന് ശക്തി ക്ഷയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭൂമിയില് സകല സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നതൊക്കെ നിരോധിക്കും, ബ്രാഹ്മണരെ മുഴുവൻ നിഗ്രഹിച്ചോളൂ. ഇങ്ങനെ തുടങ്ങി ആജ്ഞ കൊടുത്ത് ഹിരണ്യകശിപു മന്ദരപർവ്വതത്തിലേക്ക് തപസ് ചെയ്യാൻ പോയി എന്നാണ്. ആ തപസ് ചെയ്യാൻ പോണതിന് മുമ്പേ അമ്മയെ സമാധാനിപ്പിച്ചിട്ട് വേണ്ടേ പോവാൻ. തപസ് ചെയ്യാൻ പോവാന്ന് ഉറപ്പിച്ചിട്ടാണ്. പക്ഷെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിതി ഹിരണ്യാക്ഷൻ മരിച്ചിട്ടുള്ള സങ്കടം, അതുപോലെ ഹിരണ്യാക്ഷന്റെ പത്നി കരഞ്ഞുകൊണ്ടിരിക്കണം. അവരെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി പോകും. അവിടെ ചെന്നിട്ട് ഇതായി ഹിരണ്യകശിപു എത്ര കേമായിട്ട് ആ തത്വം പറയണത് അറിയോ? കർമ്മത്തിന്റെ ഗതിയൊക്കെ ഇങ്ങനെയല്ലേ? മരണത്തിന് ആരെങ്കിലും ദുഃഖിക്കാറുണ്ടോ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ സ്നേഹം വെച്ചിട്ട് കരയണം? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്നേഹം നമ്മൾ എത്രയോ വേഗം ഉപേക്ഷിക്കാൻ കഴിഞ്ഞു അത്രയും നമ്മൾ വിജയിക്കും. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കരയരുത്, കരച്ചിലൊക്കെ നിർത്തൂ. ഇതൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നിർത്തുന്നില്ല. രണ്ടാളും പിന്നെയും തേങ്ങിക്കറിയാം. അതെ, നിങ്ങളിങ്ങനെ തേങ്ങിക്കറിഞ്ഞ പോലെ പണ്ട് ഉശീനര രാജാവ് സുയജ്ഞൻ മരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ പത്നിമാര് സുന്ദരിമാര് യുദ്ധക്കളത്തിൽ വെച്ചിട്ട് അതുപോലെ തേങ്ങി കരയും കൊണ്ടായിരുന്നു. അപ്പോ യമധർമ്മൻ അവിടെ വന്നു. യമധർമ്മം വന്നിട്ട് യമധർമ്മനെ സമാധാനിപ്പിച്ച്, എങ്ങനെ സമാധാനിപ്പിച്ച് ഞാൻ പറയാം. യമധർമ്മൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ അവിടെയും പറഞ്ഞു യമധർമ്മൻ. പിന്നെ ഒരു കഥ പറഞ്ഞു എന്നാണ്. ആ കഥ ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞിട്ട് യമധർമ്മൻ ഉശീനര രാജാവ് സുയജ്ഞൻ ഒരു യുദ്ധക്കളത്തിൽ വെച്ചിട്ട് എതിരാളികളുടെ ആയുധമേറ്റ് മരിച്ചപ്പോ അതിസുന്ദരികളായിട്ടുള്ള ഭാര്യമാര് യുദ്ധക്കളത്തില് യുവാവായിട്ടുള്ള അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴാണ് യമധർമ്മൻ അവിടെ വന്നത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അവസാനം ഒരു പക്ഷിയുടെ കഥ പറഞ്ഞു. പക്ഷി കുടുംബമായിട്ട് ജീവിക്കുക, കൂട്ടില് വലിയ കൂട.
ആ കുട്ടിയുടെ മുത്തശ്ശൻ പക്ഷിയുണ്ട്, അച്ഛൻ പക്ഷിയുണ്ട്, അമ്മ പക്ഷിയുണ്ട്, പെങ്ങൾ പക്ഷിയുണ്ട്, ഏട്ടൻ പക്ഷിയുണ്ട്, അനിയൻ പക്ഷിയുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ചിറക് വിളക്കാത്തവര്. അവർക്കൊക്കെ ഭക്ഷണം തേടാൻ വേണ്ടി ഇവരൊക്കെ പോയി. എല്ലാവരും ഭക്ഷണം തേടി വരുമ്പോ ഒരു വേടൻ ഈ ചിറക് മുളയ്ക്കാത്ത കുട്ടികളെ വലയിലിട്ടുന്നു. സുഹൃത്തിന്റെ ഭാര്യമാരോട് യമൻ പറയണ കഥയാണ് യുദ്ധക്കളത്തിൽ വെച്ചിട്ട്. അങ്ങനെ അവര് വന്നപ്പോഴാ ഈ കുട്ടികള് ആ വലയിൽ കിടന്ന് ഇങ്ങനെ പടയിന് കണ്ടപ്പോ അമ്മ പക്ഷിക്ക് സഹിച്ചില്ല. അത് അങ്ങനെ പോയിട്ട് ആ വലയിൽ ചാടി. അപ്പൊ അതിനീ വേടൻ കുടുക്കിന്നാണ് വലയില്. അപ്പൊ അച്ഛൻ പക്ഷി അതുപോലെ എന്റെ ഭാര്യയും പോയി എന്റെ കുട്ടിയും പോയി എന്നിട്ട് അവരും വന്നു ചാടി. അയാളും വന്ന് ചാടി, അയാളെയും കുടുക്കി. അപ്പോഴേക്കും മുത്തശ്ശൻ പക്ഷി മുത്തശ്ശി പക്ഷിയൊക്കെ വന്ന് ചാടി. ഇങ്ങനെ ആ കുടുംബം മുഴുവൻ മലയിലായപ്പോ വേടന് സന്തോഷമായി. അവരെയൊക്കെ പൊടിച്ച് കൊണ്ടുപോയി എന്നാണ്. ഇങ്ങനെ ഒരാൾ മരിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ജീവിതം കളയണോ ദുഃഖിച്ചിട്ട് എന്ന് ചോദിച്ചപ്പോഴാണ് സുരേന്ദ്രന്റെ പത്നിമാര് കരച്ചിൽ നിർത്തി അവര് പിതൃകർമ്മമൊക്കെ ചെയ്ത് ശേഷിക്കുന്ന കാലം ഈശ്വരഭജനായിട്ട് കഴിഞ്ഞൂത്രേ. അവൻ സുഖമായിട്ട് ജീവിച്ചു. പിന്നീട് ഇത് കേട്ടപ്പോ എന്തായി, ദിതി ദേവി ഹിരണ്യാക്ഷന്റെ പത്നിയൊക്കെ കരച്ചിലൊക്കെ നിർത്തിയെന്നാണ്. സമാധാനമായി ഹിരണ്യകശിപുവിന്. അങ്ങനെ അവരെ സമാധാനാക്കിയിട്ടാണ് മന്ദരപർവ്വതത്തിലേക്ക് അതികഠിനമായ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതികഠിന തപസ് എന്ന് പറഞ്ഞാൽ പോലെ ഊർധ്വബാഹു നഭോദൃഷ്ടി പാദ അങ്കുഷ്ഠ അശ്രിരാവണി എന്നൊക്കെ. ഊർധ്വബാഹു കൈ പൊന്തിച്ചു പിടിച്ചിട്ടുണ്ട് മുകളിലേക്ക്, രണ്ട് കൈയും. പിന്നെ നോട്ടം മുഴുവൻ മുള്ള. അതിപ്പോ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കൈ ഇങ്ങനെ പൊന്തിക്കുക, മേപ്പെട്ട് നോക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അത് ബുദ്ധിമുട്ടില്ല. പക്ഷെ ജോട്ടിലിങ് നോക്കുമ്പോഴേ കാല് ഒറ്റക്കാലിലെന്നല്ല പറയേണ്ടത്, തള്ളവരല് മാത്രമേ ഉള്ളൂ ഇത്ര നിലത്ത്. ആ കാലിന്റെ തള്ളവരലുകൾ മാത്രം നിലത്ത് മുട്ടിച്ച് പിന്നെ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കാൻ തന്നെ നമുക്ക് പറ്റില്ല. അങ്ങനെ അനവധി കാലം അങ്ങനെ തപസ് ചെയ്തു. ബ്രഹ്മണേ നമഃ എന്ന മന്ത്രം ജപിച്ചിട്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്യാം. ഈ തപസ്സിന്റെ കാഠിന്യം കൊണ്ട് ലോകം മുഴുവൻ തപിച്ചു. ദേവന്മാർക്ക് ഇരിക്കപ്പെടുന്നില്ലാണ്ട് ഈ ചുട്ടു വിറച്ചു വിടുന്നതാണ്. ഈ ഹിരണ്യകശിപുവിന്റെ ദേഹത്തുള്ള മാംസം മുഴുവൻ എറുമ്പുകളും അതുപോലെ ചിതലൊക്കെ വന്നിട്ട് അതൊക്കെ തിന്ന് കഴിഞ്ഞു എന്നാണ്. കാലിന്റെ അടിയിൽ നിന്നൊക്കെ ചിതലൊക്കെ വന്ന് തിന്ന് മേപ്പെട്ട് കയറി. അങ്ങനെ ചോര മുഴുവൻ കുടിച്ചു. പിന്നെ മാംസം തിന്നാൻ തോന്നി. ഇങ്ങനെ സകലത്ത് തിന്ന് അസ്ഥി കൂടായി മാറിയിട്ട് അപ്പോഴും ആ ശരീരത്തിലെ ജീവനെ അസ്ഥിയുടെ ഉള്ളിൽ അങ്ങോട്ട് ഒളിപ്പിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. അത്ര സുരക്ഷിതമായിട്ട് ആ ജീവനെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അവിടുന്ന് ആ തേജസ് കൊണ്ട് ഈ ബ്രഹ്മയന്ത്രത്തിലൂടെ ആ നട്ടെല്ലങ്ങനെ അവസാനിക്കുന്ന അവിടുന്ന് ഇങ്ങനെ തീ തുപ്പുന്ന പോലെ അത്ര ചൂടാണ്. ലോകം മുഴുവൻ ഉണ്ടാക്കണ ചൂടെന്നാണ്. ആ തപസ് നോക്കുക. അപ്പൊ ഹിരണ്യകശിപുവിന്റെ അങ്ങനെ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ദേവന്മാര്. ബ്രഹ്മാവ് പറഞ്ഞു, ഇതേ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അയാൾ അവിടെ തപസ് ചെയ്യണം മന്ത്രപർവ്വതത്തില്. ഞാൻ അയാളെ പോയി അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഇതിലേറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്നാലും അനുഗ്രഹിക്കാണ്ടേ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേഗം പോവാണ്, അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അവിടുന്ന് പോന്നു. ഇവിടെ മന്ദരപർവ്വതത്തിൽ വന്നിട്ട് അസ്ഥികൂടം കണ്ടിട്ട് എത്തൊന്നുമില്ലാത്ത വാത്സല്യത്തോടെ കമണ്ടലിരുന്ന് ജലെടുത്തിട്ട് തളിച്ചു. വജ്ര സമാനമായ ശരീരം കൊടുത്തു എന്നാണ് ആദ്യം തന്നെ. അപ്പൊ ഒക്കെ കണ്ണൊക്കെ തുറന്നു. ഹിരണ്യകശിപു നോക്കുമ്പോ ആ ബ്രഹ്മാവ് നാല് മുഖമുള്ള ബ്രഹ്മാവ് ഇങ്ങനെ മുമ്പിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കണം. 4 മുഖത്തു നിന്നും പുഞ്ചിരിയാ വരണത്. സന്തോഷായി, തൊഴുതു, നമസ്കരിച്ചു, സ്തുതിച്ചു. ഞാൻ ഇപ്പൊ അങ്ങയെ വിളിച്ചത് എന്തിനാച്ചാൽ എനിക്ക് ഒരേ ഒരു വരം വേണം, മരണം ഉണ്ടാവരുത്. അയ്യോ എന്റെ ഉണ്ണി, എനിക്കെന്നുണ്ടോ മരണം? പിന്നെ ഞാനെങ്ങനെ അത് തരിക? അതുകൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും ചോദിച്ചോളൂ, അത് എനിക്ക് തരാൻ പറ്റില്ല. അതാണ്. അപ്പൊ എനിക്ക് ചോദിച്ചു, ഇത്ര നേരം പണിയെടുത്തൊക്കെ വെറുതെ അയ്യോ? അങ്ങനെയല്ല, ഈ ബ്രഹ്മാവിന് ബുദ്ധിയില്ലെങ്കിൽ എനിക്ക് ബുദ്ധിയുണ്ട്. മരണം വരുന്ന വഴികളൊക്കെയാണ് തടുക്കാനുള്ള വരം മേടിച്ചാൽ പോലെ എന്നാൽ പിന്നെ എങ്ങനെയാ മരണം ഉണ്ടാവുക? അതുകൊണ്ട് അങ്ങോട്ട് തുടങ്ങി ആകാശത്ത് വെച്ച് മരിക്കരുത്, ഭൂമിയിൽ വെച്ച് മരിക്കരുത്. പിന്നെ ഇപ്പൊ എവിടെയുള്ള ആകാശത്തും അല്ല ഭൂമിയിലും അല്ലാണ്ട് മരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നൊക്കെ കഴിഞ്ഞില്ലെന്ന് ചിന്തിച്ചപ്പോഴാണ് നീ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്നാ ജീവനുകൊണ്ട് മരിക്കരുത്, ജീവനില്ലാത്തതുകൊണ്ട് മരിക്കരുത്. അതുകൂടി കഴിഞ്ഞപ്പോ സമാധാനമായി. പിന്നെയും സംശയം വരിക. പിന്നെ എങ്ങനെയാണ് ആയുധം കൊണ്ട് മരിക്കരുത്, ആയുധം അല്ലാത്തതുകൊണ്ട് മരിക്കരുത്. അങ്ങനെ കൊണ്ട് തുടങ്ങി ഓരോന്നും
അങ്ങനെ ഈ ഭൂലോകത്തെ മരണം എങ്ങനെയൊക്കെ വരുമോ അതൊക്കെ ചോദിച്ചു വാങ്ങിയതാണ്. ഉണ്ണി കഴിഞ്ഞോ, ഇതൊക്കെ എനിക്ക് തരാൻ പറ്റും എന്ന് പറഞ്ഞു. എന്നാ അതൊക്കെ തന്നാ മതി എന്ന് പറഞ്ഞു കൈ നീട്ടി തഥാസ്തു എന്ന് പറഞ്ഞു ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. താൻ മരണത്തെ ജയിച്ചു എന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരു തിരിച്ചുവരവ്, അതാണ് ഇപ്പൊ കഴിഞ്ഞ അധ്യായത്തിൽ വർണ്ണിച്ചത്. ഹിരണ്യകശിപുവിന്റെ ഒരു തിരിച്ചുവരവുണ്ട്, വരം വാങ്ങിയിട്ട്. ആ വരം വാങ്ങി ഇങ്ങോട്ട് വന്ന ആ ഹിരണ്യകശിപു ഭൂലോകത്തില് ഈ എവിടെയെങ്കിലും സൽക്കർമ്മുണ്ടോ, സൽക്കർമ്മം എന്ന് പറയണതൊക്കെ നിരോധിച്ചെന്നു അസുരന്മാര്. സന്തോഷായി ആ ഭൂലോകം മുഴുവൻ കീഴ്പ്പെടുത്തി. എന്നിട്ട് ഇങ്ങനെ ലോകത്തെ മുഴുവൻ കിട്ടിക്കിട്ടാൻ വർപ്പിച്ചു എന്നാണ്. ദിക്പാലകന്മാരിൽ ദിഗ്ഗജങ്ങളെയൊക്കെ നമസ്കരിപ്പിച്ചു എന്നാണ് തന്റെ കാലിന്റെ ചോട്ടില്. ദിക്പാലകന്മാരും ദിഗ്ഗജങ്ങളും കൂടി ഹിരണ്യകശിപുവിന്റെ കാൽക്കൽ നമസ്കരിക്കണമെങ്കിൽ ആ ഹിരണ്യകശിപുവിന്റെ പ്രഭാവം അത്ര വലുതാണ്. അങ്ങനെ ആ ഹിരണ്യകശിപുവിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാക്കി തീർത്തു ഭൂവർലോകത്തിലും. അപ്പൊ ഭൂലോകം കീഴ്പ്പെടുത്തി ഭൂവർലോകം കീഴ്പ്പെടുത്തി എന്നാണ്. അങ്ങനെ അവിടുന്നാണ് ഇത്രയും ആയപ്പോഴേക്കും ദേവലോകം കൂടി കീഴ്പ്പെടുത്തണമെന്ന് ആയപ്പോഴേക്കും ആ മോഹം വന്നു. അങ്ങനെ അവിടേക്ക് അങ്ങോട്ട് സൈന്യത്തായിട്ട് നയിച്ചു എന്നാണ്. അങ്ങനെ ആ ദേവലോകവും നിഷ്പ്രയാസം കീഴ്പ്പെടുത്താൻ പറ്റി. കാരണം അവരൊക്കെ അവിടുന്ന് ഓടിപ്പോയി ഹിരണ്യകശിപുവിന്റെ പ്രഭാവത്തിൽ പേടിച്ചിട്ട്. അങ്ങനെ ആ സ്വർഗസിംഹാസനത്തിൽ ഇന്ദ്രൻ ഇരിക്കുന്ന സിംഹാസനത്തിൽ കയറി അങ്ങോട്ട് ഇരുന്നു. ശുക്രാചാര്യ ത്രൈലോക്യാധിപതിയായിട്ട് ആ ഹിരണ്യകശിപുവിനെ അങ്ങോട്ട് വാഴിച്ചു. ദേവന്മാർക്ക് ഇനി ശരണമില്ല. അവര് വൈകുണ്ഠത്തിലെത്തി. വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനെ വിളിക്കുകയാണോ ഒക്കെ, ഭഗവാനെ ഞങ്ങൾക്ക് ഗതി ചെയ്യാണ്ടോ, ഇനി എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ ഒരു അശരീരി വാക്കിൽ പറഞ്ഞു അത്രേ. ഇപ്പോഴേ അയാള് ബ്രഹ്മാവിന്റെ അടുത്തുനിന്ന് വരം വാങ്ങിയിട്ട് അത്ര തേജസ്വിയായിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ അയാളെ നിഗ്രഹിക്കാൻ പറ്റില്ല എന്ന് അയാളുടെ പുത്രൻ പ്രഹ്ലാദൻ അങ്ങനെ ഉണ്ണി ജനിച്ചിട്ടുണ്ട്. ആ ഉണ്ണിയെ എന്ന് ഉപദ്രവിക്കണോ അന്ന് അയാളെ ഞാൻ നിഗ്രഹിക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഭക്തോത്തമനായിട്ടുള്ള പ്രഹ്ലാദനോട് അയാളെ എന്ന് വിരോധം കാണിക്കണോ അതുവരെ ഞാൻ അയാളെ സഹിക്കും. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സഹിക്കില്ല എന്ന് പറഞ്ഞപ്പോ ദേവന്മാർ അവിടുന്ന് പോയിട്ട് പ്രഹ്ലാദൻ എന്താന്ന് നോക്കാണ്. അപ്പോഴേക്കാണ് ഈ മന്ദരപർവ്വതത്തിൽ തപസ് ചെയ്യാൻ പോയ സമയത്ത് പ്രഹ്ലാദൻ കയാധുവിന്റെ ഹിരണ്യകശിപുവിന്റെ പത്നിയായിട്ടുള്ള കയാധുവിന്റെ ഗർഭത്തിലായിരുന്നു. അവിടുന്ന് ഹിരണ്യകശിപു വരം വാങ്ങി വന്നപ്പോഴേക്കും ഉണ്ണി ചെറിയൊരു ഉണ്ണിയായിട്ട് ജനിച്ചിട്ടുണ്ട്. ആ പ്രഹ്ലാദനെ ഇങ്ങോട്ട് കണ്ടത് മുതൽ എന്തെന്നില്ലാത്ത സന്തോഷമായി. ആ ഉണ്ണിയോട് വളരെയധികം സ്നേഹവും ഹിരണ്യകശിപുവിന്. ആ സ്നേഹം അങ്ങനെ വളർന്നു വന്നു. മക്കളിൽ ഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ ഒക്കെ തുടങ്ങിയിട്ടുള്ള പ്രഹ്ലാദന്റെ ഏട്ടന്മാരുണ്ട്. അവരോടൊന്നും ഹിരണ്യകശിപുവിന് ഇത്രയധികം സ്നേഹമില്ല. ആ പ്രഹ്ലാദനോട് ഹിരണ്യകശിപുവിന്റെ സ്നേഹം വർദ്ധിച്ചു വന്നു. അങ്ങനെ ആ ഉണ്ണി ഇങ്ങനെ 1 വയസ്സായി 2 വയസ്സായിട്ട് കുറേശ്ശെ വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോ തന്നെ എപ്പോഴും നാരായണ നാമം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോഴേക്കും പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിന് വല്ലാത്ത പരിഭ്രമായി. ആ പ്രഹ്ലാദന്റെ ഗുണഗണങ്ങളൊക്കെ അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കണം. ജനിച്ചപ്പോ തന്നെ ജിതേന്ദ്രിയ, സത്യസന്ധ, ഇങ്ങനെ എത്രയോ ഗുണഗണങ്ങളൊക്കെ തികഞ്ഞുകൊണ്ടാണ് ജനിച്ചതെന്നാണ്. ആ ഉണ്ണിക്ക് ഒരു സംശയമില്ല. കൊഞ്ചി വർത്തമാനം പറയാൻ തുടങ്ങുമ്പോ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചിട്ടും എല്ലാവരെയും എന്തൊന്നില്ലാത്ത സന്തോഷിപ്പിച്ചുകൊണ്ടാണ് ഉണ്ണിയുടെ വളർച്ച. ആ പ്രഹ്ലാദന്റെ ജനനവും ആ പ്രഹ്ലാദനെ ഹിരണ്യകശിപു ഇങ്ങനെ മാറോടണച്ച് സന്തോഷിച്ചതും ഒക്കെ കണ്ടുകൊണ്ട് ദേവന്മാര് വിഷമിച്ചിരിക്കുക. ഇയാളെ എങ്ങനെ ഉപദ്രവിക്കപ്പോ ഇത്ര സ്നേഹം വർദ്ധിച്ചാണോ പ്രഹ്ലാദനോട് ഹിരണ്യകശിപുവിനെ? ഈ പ്രഹ്ലാദനെ ഇയാളെ എന്ന് ഉപദ്രവിക്കുക? ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടിയിരുന്നാണോ? ഇങ്ങനെ അവര് ദുഃഖിച്ചുകൊണ്ട് പല ഗുഹകളിലൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടിയെന്നാണ്. അപ്പോഴാണ് പ്രഹ്ലാദന്റെ മനസ്സിങ്ങനെ മാറിത്തുടങ്ങുന്നത്. നാരായണനെ സ്തുതിക്കുന്നത് കണ്ടപ്പോ പ്രഹ്ലാദനെ വേഗം ചണ്ടാമർക്കന്മാരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നതാണ്. ശുക്രാചാര്യാണ് വിളിച്ചു വരുത്തിയത്. പക്ഷെ വന്നത് ചണ്ടാമർക്കന്മാരാ. ശുക്രാചാര്യ അപകടം നടത്തിട്ട് വേഗം തീർത്ഥയാത്രയ്ക്ക് പോയിരുന്നു. മക്കളായിട്ടുള്ള ചണ്ടാമർക്കന്മാരാ ഓടി വന്നു. അവരെങ്കിൽ അവരാവട്ടെ, ഈ പ്രഹ്ലാദനെ ഇപ്പൊ തന്നെ പഠിപ്പിക്കുക. കുട്ടിക്കാലത്ത് തന്നെ ബുദ്ധി ശരിയല്ല തോന്നുന്നതല്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ വേഗം പഠിപ്പിച്ച് ഉള്ളിൽ കയറ്റി വെച്ചോളൂന്ന് ചണ്ടാമർക്കന്മാര് പറഞ്ഞു. അവരെ പറഞ്ഞ് ശബ്ദം കെട്ടി അവര് വളരെ ഭക്തിയോടുകൂടി പ്രഹ്ലാദനെ
അവരുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ള രംഗങ്ങളൊക്കെയാണ് അടുത്ത അധ്യായങ്ങളിൽ വരുന്നത്. സിദ്ധാചാരണ മഹേന്ദ്രഭവനം സാക്ഷാന്നം ഈശ്വരമണാം ത്രൈലോക്യലക്ഷ്മ്യായ എത്ര വിദ്രോഹോപാനാമഹാമാരകഥാഭവൻ എത്ര സ്ഫാടികുട്യാണി വൈഡൂര്യസ്തംഭവം തയാ എത്ര ചിത്രവിധാനാനി പത്മരാഗാസനാനി ച പയഭേണവിഭാശയ്യാമുക്താദാമഭരിച്ചതാ പൂജദ്ഭന്നോപരിയനേയ ശബ്ദേന്ദേകസ്തവ രത്നസ്ഥലേ സദശ്രീ സുദതി സുന്ദരം തസ്മിൻ മഹേന്ദ്രഭവനേ മഹാബലോ മഹാമനാ നിർജിതലോകേകരാ ദേവേ ഭവന്ത്യാന്ത്രിയോഗസ്വനാധിപത്യനാഭനേരുജിതജണ്ഡശാസന തമംഗമത്തംഗഭിനോരി ഗന്ധിനാവിവർത്തതാമ്രാക്ഷമശേഷകൃഷ്ണപാ ഉപാസതോ വായനപാണിഭിർഗിനാത്രിഭിസ്തവോ യോഗബലൗജസാമ്പദം ജഗന്മഹേന്ദ്രാസനമോജശാസ്ത്രം വിശ്വാവസുസ്തുംബുരസ്വദാദയ ഗന്ധർവസിദ്ധാർവയോസ്തുവന്മുഹുർവിദ്യാധര അപ്സരസ്വസ്തവാർവ സയേവ വർണ്ണാശ്രമഹിക്കൃതഭൂരിദക്ഷിണയേ വിദ്യമാനോ ഹരിഭാഗാഗ്രഹീത്സ്വേന തേജസാ അഗഷ്ടവജ്ഞാതസ്യാസി സപ്തദ്വീപോ ധീമഹി തഥാ കാമദ്ഘാതസ്തുനാ സത്യവദന്നഃ